ജനങ്ങളുടെ സേവകരാണ്, അവർ സെർവൻസാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ രാജാവാണ് ഞാൻ, രാജഭരണ കാലമാണ് എൻ്റേത് എന്ന മട്ടിൽ പ്രതികരിക്കുക എന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സ്ഥലത്ത് അനഭിലഷണീയമാണ് എന്നുള്ള കാര്യം ഇവരെല്ലാവരും തന്നെ തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, എന്ത് കാരണമുണ്ടെങ്കിലും ആ സദസ്സിലെ വീട്ടിൽ പോയി ചോദിക്കുക എന്ന പരാമർശം ശരിയോ തെറ്റോ? ഞാൻ വീണ്ടും ചോദിക്കുന്നു. എത്ര നേരമാണ് ചോദിക്കുന്നു? എന്തെങ്കിലും ഒന്ന് പറയണ. പ്രസംഗം മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ സദസ്സിൽ നിന്നും അനാവശ്യമായി എണീറ്റ് ചോദ്യം ചോദിച്ച ആൾ തന്നെ പറഞ്ഞു, എൻ്റെ അനവസരത്തിലുള്ള ഇടപെടലായിപ്പോയി, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ഈ കാര്യത്തിൽ എന്റെ മനസ്സലി, ഞാനൊരു മനുഷ്യനല്ലേ അല്ലടാ അല്ലടാ, ഇത്രയൊക്കെ തരികട കാണിച്ചിട്ട് നിന്ന് വേദാന്ത ഒന്നോടാ. അദ്ദേഹത്തിന്റെ തെറ്റ് പൂർണ്ണമായി മനസ്സിലാക്കുകയും ബോധ്യപ്പെടുകയും ചെയ്തു. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോഴും അത് മനസ്സിലാക്കാനോ അവിടുത്തെ രാവിലെയാണ് സാർ കാണുന്നത്. ഇപ്പൊ നോക്കൂ, ഈ എന്താണ് ഒരു നാടകം മുമ്പ് പൊളിഞ്ഞ ഓർമ്മയില്ലേ? എം വി ഗോവിന്ദന് കൊണ്ടുപോയി എന്താണ് പൈസ കൊടുക്കുന്നു, അത് തിരിച്ചു തരുമെന്നൊക്കെ പറഞ്ഞതിന്റെ ഒക്കെ നമ്മൾ കണ്ടതല്ലേ? നീനൊന്നും പറയണ്ടേട്ടാ, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. ഇപ്പൊ CPM പ്രവർത്തകനായ വ്യക്തി മുഖ്യമന്ത്രി നിങ്ങളൊരു ശകാരം കേട്ടാൽ അദ്ദേഹം എന്താണ് ചെയ്യുക? ഉറച്ച CPM പ്രവർത്തകൻ എന്താണ് ചെയ്യുക? എന്റെ തെറ്റാണെന്ന് പറയും, എന്റെ തെറ്റാണെന്ന് അദ്ദേഹം പറയും. അതാ മനുഷ്യന്റെ വിനയം, അതാ മനുഷ്യന്റെ ഭയം, അതാ മനുഷ്യന്റെ പാർട്ടിയോടുള്ള കൂറ്. എന്റെ ചോദ്യം അതല്ല. എന്തോ ആയിക്കോട്ടെ, നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇത്രയും കേരളം ആരാധിക്കുന്ന എന്ന് നിങ്ങൾ പറയുന്ന, കേരളം ആരാധിക്കുന്ന ആൾ തന്നെയാണ്, എനിക്കൊരു തർക്കമൊന്നുമില്ല. വലിയ ഫാൻ ഫോളോയിങ് ഉള്ള, വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള, 2 വട്ടം കേരളത്തെ നയിച്ച ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ഒരു പാർട്ടി പരിപാടിയിൽ ഒരാൾ എണീറ്റ് എന്തെങ്കിലും ഒന്ന് ചോദിക്കട്ടെ, മോശമൊന്നല്ലല്ലോ. വികസന പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ പണം എവിടെ നിന്നാണെന്നൊരു ചോദ്യം ചോദിച്ചു. അതെനിക്കിഷ്ടമില്ല. നമ്മുടെ മുഖ്യമന്ത്രി എന്തൊക്കെ ചെയ്യാം? കേട്ട ഭാവം നടിക്കാതിരിക്കാം, കേട്ടിട്ട് മിണ്ടാതിരിക്കാം, എന്തൊക്കെ ചെയ്യാമെന്നേ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അല്ല, അദ്ദേഹം അങ്ങനെ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഒരിക്കലും ഇല്ലടാ. അത് പുറത്ത് പോയി ചോദിച്ചാൽ മതി. അദ്ദേഹം തന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പൊ ഈ സമയത്ത് ഇങ്ങനെ സംസാരിക്കേണ്ടത് ആവശ്യമില്ല. അത് പുറത്ത് പോയി ചോദിച്ചാൽ മതി. ഇല്ലാത്ത പറയല്ലേ, മുഖ്യമന്ത്രി പറയാത്ത പൂരിപ്പിക്കല്ലേ. പഠിച്ച കള്ളനാവൻ. ഇതിനകത്തൊരു പ്രശ്നം എന്താണ്? നമ്മൾ ചില ഭാഗങ്ങളെ മാത്രം അടർത്തി മാറ്റി അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ, ഈ വർത്തമാന കാലഘട്ടത്തിൽ. ഈ ചില ഭാഗങ്ങളെ മാത്രം അടർത്തി മാറ്റി അവിടെ എന്തോ ഒരു അരുതാത്തത് സംഭവിച്ചു, മഹാ അപരാധകരമായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു എന്ന് മാധ്യമങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് നമ്മുടെ ജനങ്ങളുടെ മുന്നിലേക്ക് പ്രദർശിപ്പിക്കുമ്പോൾ ഇത് എന്ന് പറയുന്ന ആ സഖാവിനും പ്രശ്നമില്ല. അല്ല, ഞാൻ ഈ പറയുന്നത് കേൾക്കൂ. അവർക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രശ്നം നമ്മൾ ഈ സമൂഹത്തിൽ ഒരു വലിയ അപരാധമായി ഉയർത്തിക്കാട്ടി ചിത്രീകരിക്കുകയാണ്. അതിന്റെ മോട്ടീവ് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും വ്യക്തമായ ധാരണയുണ്ട്. എന്താണ് തെരഞ്ഞെടുപ്പാണ്, അല്ലെങ്കിൽ ഇതൊന്നും വലിയ ചർച്ചയായി ഈ സമൂഹത്തിൽ പ്രതിഫലിക്കാറില്ല. ഇവൻ പറയുന്ന നോക്കണ്ട, ഇവനിപ്പോ ഇങ്ങനെ അല്ല, അവിടെ ആർക്കാണ് പ്രശ്നം? എനിക്ക് അറിയാൻ മേലാതിട്ട് ഞാൻ ചോദിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് സഖാവേ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതങ്ങ് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നുള്ളതാണോ ന്യൂ നോർമൽ? അല്ലല്ല, ആ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന നിലയിലേക്ക് ആ സഖാവിന്റെ ഭാഗത്തു നിന്നൊരു ഇടപെടലുണ്ടായി. ഒരു പൊതുയോഗത്തിനകത്ത് മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്കൊരു ചോദ്യമുണ്ട്. അതൊരു അരുതാത്ത സംഭവമാണ് അവിടെ ഉണ്ടായത്. അത് വളരെ കൃത്യമായി മുഖ്യമന്ത്രി ഹാൻഡിൽ ചെയ്ത് ആ വിഷയം അങ്ങ് പരിഹരിച്ചു. അത് പുറത്ത് പോയി ചോദിച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, മത്തായി പാവാ സാറേ. ആ സഖാവിന് യാതൊരുവിധ പരാതിയുമില്ല. തന്റെ ഭാഗത്തു നിന്നാണ് വീഴ്ച ഉണ്ടായത് എന്ന് തെറ്റ് അദ്ദേഹം ഏറ്റുപറയുകയും ചെയ്തു മാധ്യമങ്ങൾക്ക് മുന്നിൽ. അതോടുകൂടി അവസാനിപ്പിക്കേണ്ടുന്ന ഒരു പ്രശ്നം നമ്മൾ വലിയൊരു രാഷ്ട്രീയ വിഷയമാക്കി ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഒരു മോശം പരിവേഷം ആർക്കൊക്കെ നൽകാൻ വേണ്ടി കഴിയുമോ അത് നൽകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയാണ്. ആളുകൾ ഇതൊന്നും തെറ്റല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ രീതിയിൽ സംസാരിക്കുന്ന ആളാണ്, അതൊരു തെറ്റല്ല. കേരളത്തിലെ പുതിയ ന്യൂ നോർമൽ അതാണ്. CPM പടുത്തുയർത്തുന്ന നവകേരളം ഇതൊക്കെയാണ് എന്നാണ്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ തള്ളി പറയണം. വാ തുറന്ന് ഒരു അക്ഷരം മിണ്ടായിരുന്നാ മതി. എന്ത് ചോദിച്ചാലും തട്ടിമൊളിക്കണം. നോക്കൂ, ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിനേക്കാളൊക്കെ എത്ര മോശമായി, എത്ര അപഹാസ്യമായി കേരളത്തിൽ പെരുമാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും പൊതുവിൽ കരുതുന്നത് വളരെ ആദർശ ശുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്
മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിരവധി തവണ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു, സംസ്ഥാനത്തെ കോൺഗ്രസിനെ നയിച്ച ആളാണ്. ശൈലജ ടീച്ചറെ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ ഓർമ്മയില്ലേ? എത്ര മ്ലേച്ഛമായിട്ടാണ്, എത്ര മോശമായിട്ടാണ് ഈ സമൂഹത്തിന് മുന്നിൽ ടീച്ചറെ അവതരിപ്പിച്ചത്. ചെറ്റത്തര എവൻ കാണിച്ചാലും ചെറ്റത്തരം തന്നെയാ. അത് ബ്രിട്ടീഷുകാരനായാലും ശരി, ഇന്ത്യക്കാരൻ പെരുമാളായാലും ശരി. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ പവിത്രവൽക്കരിക്കുകയും അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇടപെട്ട് പവിത്രവൽക്കരിക്കുകയും ഒരു സഖാവിനോട് ദേഷ്യത്തോടു കൂടി ഒരു കാര്യം അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയ സന്ദർഭത്തിലുണ്ടായ സഡൻ പ്രൊവോക്കേഷന്റെ ഭാഗമായി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഉടൻ തന്നെ അതിന് നമ്മളൊരു വലിയ അപരാധമായി, മഹാ അപരാധമായി, ലോകത്ത് ഇതിങ്ങനെ ഒരു സംഭവം അല്ല പറഞ്ഞേ ഉള്ളൂ. എന്നൊന്നും പറഞ്ഞില്ല. ഇത് തെറ്റേയല്ലെന്ന് പറയുന്നിടത്ത് ഇത് മഹാപരം, ലോകത്തിലെ ഏറ്റവും വലിയ അപരാധം ഒന്നാണ്. പക്ഷേ ഇത് ഈ പറഞ്ഞ നമ്മൾ ആർജിച്ച നേട്ടം എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മുടെ നയിക്കുന്ന മുഖ്യമന്ത്രി ഇന്ന് ഉണ്ടാവേണ്ടതാണോ എന്നൊരു ചോദ്യമുണ്ട്. അത് ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്, ഇല്ലെന്ന് പറയരുത്. അപ്പൊ നിങ്ങൾ എന്റെ ചോദ്യം ഒരുക്കി കൂടെ, എന്നിട്ട് ഞാൻ മറ്റതിലേക്ക് പോവാം. ഇതിനെ നിങ്ങൾ തള്ളാത്തടത്തോളം നിങ്ങൾ പറയുന്നത് എന്താ അറിയോ? ഇന്ന് ഇതേ മുഖ്യമന്ത്രി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ചെറ്റത്തരം എന്നുള്ള വാക്ക് ഞാൻ പതിവായി ഉപയോഗിക്കുന്നതാണെന്ന്. നിനക്കെന്നെ ശരിക്കും പറഞ്ഞൂടാ, ഞാനൊരു ചെറ്റയാണ്, ചെറ്റാ. അതീ തിരുമുഖം കാണുമ്പോ തന്നെ അറിയാം. ആണോ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതാണ്, ഇതൊക്കെ ന്യൂ നോർമൽ ആണോ? ഇങ്ങനെ ഒരാൾ എണീറ്റ് പറഞ്ഞാൽ മിണ്ടാതിരിക്കാനോ ഒക്കെ ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുള്ള ഒരു മുഖ്യമന്ത്രി അതിന് പകരം അങ്ങ് വീട്ടിൽ പോയി പറ എന്ന് പറയുന്നതൊക്കെ ഒരു തെറ്റുമില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ എത്തുന്ന നവകേരളം എന്ന് പറയണം, സമ്മതിക്കണം. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പാർട്ടിക്കാരൻ തന്നെയായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന് ഒരു ചോദ്യമുണ്ട് എന്ന് വിളിച്ചു പറയുന്നു. ഒന്നാമത്തെ കാര്യം, ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ വിളിച്ച് എനിക്കൊരു ചോദ്യമുണ്ട് എന്ന് പറയുക എന്നുള്ളത് തന്നെ ഉചിതമല്ലാത്ത ഒരു കാര്യമാണ്. അത് പൂർണ്ണമായിട്ടും അനൗചിത്യം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ തന്നെ പെടുന്ന ഒരു ഇടപെടലാണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുഖ്യമന്ത്രിയോട് നിങ്ങൾക്ക് നേരിട്ട് എല്ലാ ദിവസവും ചോദ്യം ചോദിക്കാനുള്ള ഒരു ലക്ഷറി ആൾക്കാർക്കില്ല എന്നുള്ളത് പ്രധാനമാണ്. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്കാണെങ്കിലും അങ്ങനെയുള്ള ഒരു ലക്ഷറി ഇല്ല. അപ്പോൾ കിട്ടിയ അവസരത്തിൽ ഒരു പക്ഷേ പാർട്ടിയെ സഹായിക്കുന്ന രീതിയിൽ പ്രതിപക്ഷത്തിനെ കുറച്ചുകൂടി പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യമൊക്കെ ആയിരിക്കാം പാർട്ടിക്കാരൻ കൂടിയായിട്ടുള്ള ചോദ്യകർത്താവ് ചോദിക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇത് അനാവശ്യ ചോദ്യമല്ല. ഉത്തമ മിണ്ടാതിരിക്കും. സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. എന്തായാലും തനിക്കൊരു ചോദ്യമുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ മുഖ്യമന്ത്രി ആ നിമിഷത്തിൽ തന്നെ ഒരു തരത്തിലുള്ള പ്രിപ്പറേഷനും ഇല്ലാതെ, ഒരു തരത്തിലുള്ള PR ഇൻപുട്ടുകളും ഇല്ലാതെ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ താൻ എങ്ങനെ പ്രതികരിക്കുമോ അതേ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. അതെ, ആ ചോദ്യങ്ങളൊക്കെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഒന്നാലോചിച്ച് നോക്കുക, എത്ര നിരുത്തരവാദപരമായിട്ടുള്ള ഈ ചോദ്യകർത്താവിൻ്റെ അനൗചിത്യത്തിനേക്കാൾ വലിയ അനൗചിത്യം കാണിച്ചിട്ടുള്ള ഒരു മറുപടിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് ആലോചിച്ച് നോക്കുക. ജനാധിപത്യത്തിൽ ജനപ്രതിനിധികൾ ജനങ്ങളുടെ സേവകരാണ്, അവർ സെർവൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ രാജാവാണ് ഞാൻ, രാജഭരണ കാലമാണ് എൻ്റേത് എന്ന മട്ടിൽ പ്രതികരിക്കുക എന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സ്ഥലത്ത് അനഭിലഷണീയമാണ് എന്നുള്ള കാര്യം ഇവരെല്ലാവരും തന്നെ തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും. ഒരു പ്രജയ്ക്ക് ഒരു രാജാവിനോട് ചോദ്യം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരുന്ന രാജാക്കന്മാരുണ്ട്, അതില്ലാത്ത രാജാക്കന്മാരുണ്ട്. എന്തായാലും അതൊക്കെ തന്നെ രാജഭരണ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ജനാധിപത്യത്തിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ടാകും. അനൗചിത്യമാണ് ആ ചോദ്യകർത്താവ് കാണിച്ചത് എങ്കിൽ മുഖ്യമന്ത്രിക്ക് പലതരത്തിലുള്ള ഉപാധികൾ പറഞ്ഞുകൊണ്ട് ആ ചോദ്യത്തിനെ വൈകിപ്പിക്കാമായിരുന്നു. അദ്ദേഹത്തിനോട് ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ സംസാരിച്ചതിന് ശേഷമാകാം എന്ന രീതിയിലത്തേക്ക് എന്തെങ്കിലും അദ്ദേഹം അത് വളരെ സരസമായിട്ട് കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വലിയ അക്സെപ്റ്റൻസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണത്തിന് ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അദ്ദേഹം ഇവിടെ ഒരു നിമിഷാർത്ഥം പോലും വേണ്ടി വന്നില്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ധാർഷ്ട്യത്തിനെ പുറത്തെടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, എന്തെങ്കിലും തരത്തിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എങ്കിൽ ആ ചോദ്യം നിങ്ങൾ പിന്നീട് ചോദിക്കൂ എന്ന രീതിയിലോ അല്പം കാർക്കശ്യത്തോടു കൂടി അയാളെ ഒന്ന് ഉപദേശിക്കുന്ന രീതിയിലോ ഒന്നുമല്ല അവിടെ പ്രതികരിച്ചത്. മറിച്ച് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നാണ്. ജനാധിപത്യത്തിൽ ഒരു മുഖ്യമന്ത്രി വിചാരിക്കുന്നത് ജനങ്ങൾക്ക്, വോട്ടർമാർക്ക്, ടാക്സ് പേയർമാർക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് വീട്ടിൽ ചോദിക്കുക എന്നുള്ളതാണോ എന്നുള്ളതാണ് മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ടത്. ഇവനെ ഒന്ന് ഇതൊന്നും കാണിച്ചാ പോരാ. എനിക്ക് ഉറപ്പാണ് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം മുഖ്യമന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂ ഇനി എടുക്കുന്നുണ്ട് എങ്കിൽ ഈ ചോദ്യം അവിടെ ചോദിക്കാനായിട്ട് അവരാരും തന്നെ ധൈര്യപ്പെടില്ല. അഥവാ ചോദിച്ചാൽ പോലും വളരെ സൗമ്യമായിട്ട് അതിനെ വളരെ മെലോ ഡൗൺ ചെയ്ത്, വളരെ ടോൺ ഡൗൺ ചെയ്ത് മാത്രമായിരിക്കും അങ്ങനെ ഒരു ചോദ്യം അവിടെ ചോദിക്കുക. എന്തിനാണ് സഖാവെ അങ്ങനെയൊക്കെ പ്രതികരിച്ചത്, എന്തിനാണ് CMA അങ്ങനെയൊക്കെ പ്രതികരിച്ചത് എന്ന രീതിയിലത്തേക്ക് മാത്രം സോഫ്റ്റായിട്ട് സോപ്പിട്ട് മാത്രമേ ആൾക്കാരിവിടെ ചോദ്യം ചോദിക്കുകയുള്ളൂ എന്നുള്ളത് വ്യക്തമാണ്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തിരിച്ചറിയേണ്ടത് താങ്കൾ കേരളത്തിൻ്റെ പൊന്നുതമ്പുരാനോ നാടുവാഴിയോ ഒന്നുമല്ല,
ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് എന്നാണ്. അതിൽ ഭൂരിപക്ഷം താങ്കളുടെ പാർട്ടിക്ക് കിട്ടിയതുകൊണ്ട് താങ്കളുടെ പാർലമെന്ററി പാർട്ടി താങ്കളെ മുഖ്യമന്ത്രി എന്നുള്ള ഒരു ചുമതല ഏൽപ്പിക്കാനായിട്ട് തീരുമാനിച്ചതുകൊണ്ട് താങ്കൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തുടരുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അതുകൊണ്ട് താങ്കളോട് എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിനോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നതിനോ ഇവിടെ വോട്ടർമാർക്ക്, ടാക്സ് പേയർമാർക്ക് ഉള്ള അവകാശം ഇല്ലാതെയാകുന്നില്ല. അതിനെ റദ്ദ് ചെയ്യാനായിട്ട് താങ്കൾക്ക് ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെയുള്ള എല്ലാവർക്കും ഔചിത്യമാണെങ്കിലും അനൗചിത്യമാണെങ്കിലും ചോദ്യങ്ങൾ ഉയർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സാവകാശമുണ്ട്. അത് കേൾക്കുന്ന സമയത്ത് അതിലൂടെ മുഖം തിരിക്കുകയോ ആ ആൾക്കാരോട് മോശമായി പ്രതികരിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കണം. ചിന്തിക്കാൻ പാടില്ല. അവരെന്ന് ചിന്തിച്ചു തുടങ്ങുന്നു അന്ന് കട്ടയം.